ഇറ്റ്സ് മീ അഖില ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ പുതിയൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 3-4 വർഷത്തെ ഞങ്ങളുടെ സ്വപ്നം എന്ന് തന്നെ പറയാം. ആ സ്വപ്നം ഞങ്ങൾ ഇന്നത്തെ ദിവസം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതായത് ഡയറക്റ്റ് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഡ്രീം കാർ അത് ഞങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും. അപ്പോ എന്താണ് അല്ലട്ടാ പറയാനുള്ളത്? എന്റെ മുഖത്ത് കണ്ട എക്സൈറ്റ്മെന്റോ ആ ഒരു ഹാപ്പിനെസ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ഈ ഫേസിലോട്ട് നോക്കണ്ട. ഒരു കുന്തോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പിന്നെ എന്താണ് പറയാനുള്ളത് 2 വാക്ക് നമുക്ക് കേൾക്കാം. അപ്പൊ നമ്മൾ ഏത് കാറാണ് എടുക്കുന്നത്, എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നമ്മൾ അവിടെ ഷോറൂമിൽ ചെന്നിട്ട് റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോ എന്താ എല്ലാരും ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? അപ്പൊ നമ്മൾ എറണാകുളം ഷോറൂമിൽ നിന്നാണ് വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇപ്പൊ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്കൊരു 3-3.5 മണിക്കൂറത്തെ ട്രാവൽ ഉണ്ട്. കാരണം നമ്മുടെ റോഡിന്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഓടി അങ്ങ് ചെല്ലാൻ വേണ്ടിയിട്ടുണ്ട്. എന്തായാലും ബാക്കി വീഡിയോസ് അവിടെ ചെന്നിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ കാർ വാങ്ങിക്കാൻ പോകുന്നതിനെ കുറിച്ച് നമ്മുടെ കാശിക്കുട്ടൻ എന്തൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. എന്തൊക്കെയാ കാശിക്കുട്ട പറഞ്ഞോ? ഞങ്ങൾ അങ്ങോട്ട് പോവാണെന്ന് പറ. അപ്പൊ ഓക്കേ, നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. അപ്പൊ ദാ നമ്മൾ ഷോറൂമിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. വരാനുള്ള വഴിയൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. കാരണം റോഡിന്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് കുറച്ച് ലേറ്റ് ആയി നമ്മൾ എത്തിയപ്പോൾ. ഇപ്പൊ ഏകദേശം 4 മണി ആവാറായിട്ടുണ്ട്. നമ്മുടെ വണ്ടി അവിടെ റെഡിയാക്കി കുട്ടപ്പനായിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് പുറത്തോട്ട് വണ്ടി ഇറക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒട്ടും താമസിപ്പിക്കാൻ നേരെ അകത്തോട്ട് പോയി നമ്മുടെ വണ്ടി കണ്ടിട്ട് വരാം. ഓക്കേ. അല്ലട്ടാ ഹാപ്പി അല്ലേ? വളരെ ഹാപ്പി. അപ്പം നമ്മുടെ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് അവരവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എക്സ്ട്രാ കുറച്ച് ആക്സസറി ബോക്സും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഫൈനലി നമ്മുടെ കാർ ഇപ്പോൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ, ഹാപ്പി ഫീലാണ്. അതിനോടൊപ്പം തന്നെ ഭയങ്കര പ്രൗഡാണ്. കാരണം ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ എക്സ്പെക്റ്റ് ചെയ്ത കാര്യമേ അല്ലാത്തതുകൊണ്ടാണ് ഇത്രയും എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. പിന്നെ നമ്മൾ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു കുഞ്ഞ് കേക്ക് കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവർ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്തതാണ്. അതിൻ്റെ സന്തോഷമാണ് കാശിക്കിൻ്റെ പേജിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല, കാർ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ നമ്മുടെ കാശിക്കുട്ടൻ. കാരണം പുള്ളിക്കാരൻ ഈ വക ഒരു ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഒരു ക്രേസാണ് കേട്ടോ. കാറ്, റേസിംഗ് കാറ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഒരു ക്രേസാണ് പുള്ളിക്ക്. കാരണം അവിടെ ഷോറൂമിൽ വന്നപ്പോൾ തൊട്ട് ആ കാറിന് ചുറ്റിനൊന്നും മാറുന്നുണ്ടായിരുന്നില്ല. അത് ഫുള്ള് കവർ ചെയ്ത് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എക്സ്ട്രീം ലെവലിലായിരുന്നു. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഈ വീഡിയോ ഫുള്ളൊന്ന് ത്രൂ ഔട്ട് കണ്ടു നോക്കിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവും. അവൻ്റെ ആ ഒരു ഓരോ മോഷൻസും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അവരുടെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സ്നാക്സ്, സ്വീറ്റ്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സെലിബ്രിറ്റി ഒന്ന് പരിചയപ്പെട്ടാലോ. വണ്ടി കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ പറയാം, ടാറ്റ ഹാരിയർ 2025 ഫുൾ ഓപ്ഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബേസ് മോഡൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 20 lakhs തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്കും നമുക്കൊരു 34 lakhs അറൗണ്ട് വരും കേട്ടോ. ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് എടുക്കുവാണെങ്കിൽ ഇവനെ തന്നെ എടുക്കണമെന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതെന്തായാലും സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്.
നമ്മൾ നമ്മളുടെ പുതിയ അതിഥിയായിട്ട് നമ്മുടെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, ഭയങ്കര സന്തോഷമുണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം നമ്മളിപ്പം ഇതെടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ആക്ച്വലി നമ്മൾ എറണാകുളത്ത് ജസ്റ്റ് ഒന്ന് വന്ന ടൈമിൽ ഷോറൂമിൽ കയറിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി ജസ്റ്റ് പോവാന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ, വണ്ടി എടുത്തിരിക്കുകയാണ്. ഇല്ല ഞാനട്ടാ ഓർക്കാപ്പുറത്തുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ സംഭവം നമ്മുടെ കൈ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ടാറ്റാ ഹാരിയർ. കാശിക്കുട്ട സന്തോഷമായില്ലേ? കാശിക്കുട്ട ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. ഷോറൂമിൽ വന്നപ്പോ തൊട്ട് വണ്ടിയുടെ ചുറ്റും കിടന്ന് അവിടുന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല. കാശി കവർ ചെയ്തിട്ടിരിക്കുകയായിരുന്നു വണ്ടി ആക്ച്വലി നമ്മൾ വന്ന സമയത്ത്. അത് വന്ന് പൊക്കി നോക്കുക, അതിന്റെ ചുറ്റിനും ഓടി നടക്കുക, ഭയങ്കര ബഹളമായിരുന്നു പുള്ളിക്കാരനവിടെ. എന്താ പറയാ, അപ്പൊ നമ്മളുടെ ഈ സ്വപ്നം നമ്മളുടെ കൈക്കുള്ളിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് നല്ല ഒരു ട്രിപ്പൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി നടക്കുവോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയത്തില്ല. അടിപൊളി ട്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ശ്രീചേട്ടനും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിനി നമ്മള് നമ്മുടെ പുതിയ വണ്ടിയിലാണ് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതെ അതെ അതെ, കാശിക്കുട്ടന്റെ ചേട്ടനാണ് നമ്മുടെ ശ്രീചേട്ടൻ. നമുക്ക് ഇനി അങ്ങോട്ട് വരുന്ന ട്രിപ്പും കാര്യങ്ങളും എല്ലാം ഞാൻ വ്ളോഗ് എടുക്കും. അതിലൊക്കെ ഞാൻ ശ്രീചേട്ടനെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ ശ്രീചേട്ടനെ കാണിച്ചു തരാം. കാശിക്കുട്ടന്റെ ശ്രീചേട്ടൻ അല്ലേ? അപ്പൊ കുറെ പ്ലാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇതാ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് വീട്ടിൽ പോവാണ് കേട്ടോ. നമ്മള് ആക്ച്വലി ടൈമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള 3 മണിക്കും 7 മണിക്കും ഇടയ്ക്കായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മൾ ആക്ച്വലി ഷോറൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ ഏകദേശം 6 മണി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. എന്താ പറയാ, സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന ബ്യൂട്ടിഫുൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.